ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പം മൊഡ്യൂൾ 3-ലെ 2 ടോപ്പിക്കുകളാണ് മെയിൻ ഉള്ളത്. ഫിൽറ്റർ ഡിസൈൻ യൂസിങ് വിൻഡോ ടെക്നിക്കും ഫിൽറ്റർ ഡിസൈൻ യൂസിങ് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡും. ഇത് 2 മെത്തേഡാണ്. അപ്പൊ ആ 2 മെത്തേഡും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ വിൻഡോ ചെയ്യുമ്പോൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നോൺ കോസൽ വിൻഡോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് അതിനെ കോസലാക്കി മാറ്റുന്ന രീതിയിലാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തരുന്നത്. അതായത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനെ ഇങ്ങനെയാണ്: ഡിസൈൻ ആൻ FIR filter approximating the ideal frequency response HD of e raised to j omega equal to e raised to minus j alpha omega for modulus of omega less than or equal to pi by 6 equal to 0 for pi by 6 less than or equal to omega less than or equal to pi. Use Hamming window, determine the filter coefficients for n equal to 13. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത വിൻഡോ മെത്തേഡിലെല്ലാം നമ്മൾ എടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ HD of e raised to j omega equal to 1, അതായത് ഒറ്റ വാല്യൂ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ മാത്രമുള്ള കേസായിട്ടാണ് കൺസിഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു ഫേസ് ഫാക്ടർ ഉള്ളതായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എടുത്ത സിമെട്രിക് കണ്ടീഷൻ എന്ന് പറയുന്നത് h of n equal to h of minus n ആണ്. ഞാൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും ഒരു ഫേസ് ഫാക്ടർ, അതായത് ആൽഫ എന്ന് പറഞ്ഞൊരു ഫാക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ആ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് സിമെട്രിക് അറ്റ് n-1/2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് h of n equal to h of n-1 minus n. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പം ആ ഒരു കേസ് കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് ക്വസ്റ്റ്യനകത്ത് വെറും കോൺസ്റ്റന്റിന് പകരം ഒരു ഫേസ് ഫാക്ടറും കൂടെ കൊടുത്തിട്ടാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് h of n equal to h of minus n അല്ല. അതിന് പകരം എടുക്കേണ്ട സിമെട്രിക് കണ്ടീഷൻ എന്ന് പറയുന്നത് h of n equal to h of n-1 minus n. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടെ യൂസ് ചെയ്യേണ്ട വിൻഡോ പറഞ്ഞിട്ടുണ്ട്, ഹാമിംഗ് വിൻഡോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ FIR ഫിൽറ്ററിലെ 2 രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഒന്ന് വിൻഡോ മെത്തേഡും ഒന്ന് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡും. ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് ആണെങ്കിൽ ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും യൂസിങ് ഫ്രീക്വൻസി സാമ്പിളിംഗ് എന്നോ, അല്ലെങ്കിൽ h of k, ക്യാപിറ്റൽ h of k രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടേക്കിംഗ് ദ സാമ്പിൾസ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ്, അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിന് പകരം വിൻഡോ യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആദ്യത്തെ ടെക്നിക്കാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹാമിംഗ് വിൻഡോ യൂസ് ചെയ്യാൻ, എന്നിന്റെ വാല്യൂവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് ആദ്യം ഈ പടം വരയ്ക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തേക്കണ ഈ കണ്ടീഷൻ അനുസരിച്ച്, അതായത് ഇതൊരു ലോ പാസ് ഫിൽറ്റർ ആണോ ഹൈ പാസ് ഫിൽറ്റർ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ ഈ റെസ്പോൺസിൽ നിന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിനകത്ത് ഏത് ഫിൽറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം ഈ കണ്ടീഷൻ വെച്ച് പടം വരച്ചെടുക്കണം. ഇവിടെ പറഞ്ഞേക്കണത് ഒമേഗയുടെ വാല്യൂ മോഡുലസ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗയുടെ വാല്യൂ പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. ആ കേസിലെല്ലാം ലെസ് ദാൻ π/6 ലെസ് ആയിട്ടിരിക്കുന്ന സമയത്തെല്ലാം ഒരു വാല്യൂ ഉണ്ടെന്നും വെനെവർ ഒമേഗയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ പൈ ആണെങ്കിൽ ദ വാല്യൂ വിൽ ബി 0. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഒമേഗ ലെസ് ദാൻ π/6. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒമേഗയും വരാം പോസിറ്റീവ് ഒമേഗ. അപ്പൊ ഒമേഗയുടെ വാല്യൂ ലെസ് ദാൻ π/6 ആയിരിക്കുമ്പം ഇതാണ് വാല്യൂ എന്നും, ഒമേഗയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ π/6 ടു പൈ, ആ റേഞ്ച്, അതായത് ഈ റേഞ്ച് നോക്കിക്കേ, നമ്മൾ പടം വരയ്ക്കുമ്പം നമുക്ക് ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്ന് പറയുന്നത് -π to π. ഒമേഗ ലെസ് ദാൻ π/6 എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ റീജിയൻ ആണ്. ദിസ് ഇസ് ദ റീജിയൻ -π/6 to π/6 എന്ന് പറയുന്ന ഈ റീജിയൻ ആണ് ഒമേഗയുടെ വാല്യൂ ലെസ് ദാൻ π/6. അപ്പൊ അവിടെ ഒരു വാല്യൂ ഉണ്ട്. ഇനി ഒമേഗയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ π/6 to π, ഇതാണ് ഈ റീജിയൻ. ഈ റീജിയനിൽ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റിൽ കൊടുത്തേക്കണത്? 0. അപ്പൊ ഇത് വരച്ചു കഴിഞ്ഞപ്പം ഇത് എന്തിന്റെ പടമാണ്? ലോ പാസ് ഫിൽറ്ററിന്റെ പടമാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഒരു ലോ പാസ് ഫിൽറ്റർ ആണ്. ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് ഏത് ഫിൽറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ഈ പടം വരച്ച് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ ഏതാണ്. ഹൈ പാസ് ആയിരുന്നെങ്കിൽ നേരെ തിരിച്ച് പറഞ്ഞേനെ, അതായത് π/6 to π വാല്യൂ ഉണ്ടെന്നും ഈ റേഞ്ചിൽ ഇല്ല എന്നും പറയും. അങ്ങനെയാണെങ്കിൽ അത് ഹൈ പാസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത് -π/6 to π/6 ഇടയിൽ മാത്രമേ വാല്യൂ ഉള്ളൂ എന്നും π/6 to πന്റെ ഇടയിൽ വാല്യൂ എന്താണെന്ന് 0. സോ ദാറ്റ് മീൻസ് ദിസ് കറസ്പോണ്ട്സ് ടു ലോ പാസ് ഫിൽറ്റർ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എടുത്തു.
ഇനി ഇവിടെ ഫേസ് ഫാക്ടർ ഉള്ളത് കൊണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന സിമെട്രിക് കണ്ടീഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ ആണ് വിത്ത് സിമെട്രിസിറ്റി അറ്റ് എൻ മൈനസ് വൺ ബൈ ടു. നേരത്തെ ആദ്യം എല്ലാം ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ എടുത്തത് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ അത് എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി കോൺസ്റ്റന്റ് മാത്രമല്ല അതിൻ്റെ കൂടെ ഫേസ് ഫാക്ടറും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കൺസിഡർ ചെയ്യുന്ന ഒരു കോസൽ സിസ്റ്റം തന്നെയാണ്. അപ്പം നമ്മളുടെ ഫിൽറ്റർ ഓൾറെഡി കോസൽ ഫിൽറ്റർ ആണ്. അപ്പം നമുക്ക് ഈ കിട്ടുന്ന എച്ച് ഡി ഓഫ് എൻ, ഈ എച്ച് ഡി ഓഫ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോസൽ ഡിസൈഡ് ഫിൽറ്ററിന്റെ വാല്യൂ തന്നെയാണ്. അപ്പൊ ഇനി സാധാരണ പോലെ തന്നെ 1/2π ഇന്റഗ്രൽ മൈനസ് എച്ച് ഡി ഓഫ് എൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് എച്ച് ഡി ഓഫ് എൻ. എച്ച് ഡി ഓഫ് എൻ കാണാനുള്ള ഇക്വേഷൻ 1/2π ഇന്റഗ്രൽ മൈനസ് π to π എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ഇൻ ഡി ഒമേഗ. ഇനി എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇവിടെ വാല്യൂ 1 അല്ല, ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണ എന്താണ്? ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ലിമിറ്റ് മൈനസ് π to π അല്ല, റേഞ്ച് വാല്യൂ ഉള്ളത് ഏത് റേഞ്ചിൽ മാത്രമാണ്? മൈനസ് π/6 to π/6. അപ്പൊ നമ്മൾ ലിമിറ്റ് മാറ്റി. സോ ദ ആൻസർ ബിക്കംസ് 1/2π ഇന്റഗ്രൽ മൈനസ് π/6 to π/6 e raised to minus j alpha omega into e raised to j omega in d omega. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് 1/2π ഇന്റഗ്രൽ മൈനസ് π/6 to π/6 e raised to minus j alpha omega into e raised to j omega in d omega. അപ്പൊ അത് ക്വസ്റ്റ്യനിൽ ഇട്ടു. ഇനി നമ്മൾ സാധാരണ പോലെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോൾ e raised to j into n മൈനസ് ആൽഫ, അതാണ് മൈനസ് ആൽഫ ഇൻറ്റു ഒമേഗ ഡിവൈഡഡ് ബൈ ഇൻറ്റു ഒമേഗ ഇൻറ്റു ഡി ഒമേഗ. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/2π ഇ റേസ് ടു ജെ എൻ മൈനസ് ആൽഫ ഇൻറ്റു ഒമേഗ ഡിവൈഡഡ് ബൈ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ജെ ഇൻറ്റു എൻ മൈനസ് ആൽഫ എന്ന് വരും. അതിന് ലിമിറ്റ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് ഇടുമ്പോൾ ഒമേഗയുടെ അവിടെ പ്ലസ് π/6 വരും, മൈനസ് π/6 വരും. അപ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഇ റേസ് ടു ജെ ഇൻറ്റു എൻ മൈനസ് ആൽഫ ഇൻറ്റു π/6 മൈനസ് ഇ റേസ് ടു ജെ ഇൻറ്റു എൻ മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് π/6 ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു എൻ മൈനസ് ആൽഫ എന്ന് വന്നു. ഇനി നേരത്തെ എല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ബൈ 2j എന്നുള്ള ഫോമിൽ വന്നു. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാകുമ്പം ഈ 2നെയും കൂടെ കൊണ്ടുവന്ന് കഴിയുമ്പം ഇത്രയും പോർഷന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? സൈൻ എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എൻ മൈനസ് ആൽഫ ഇൻറ്റു π/6 എന്ന് പറയുന്നതാണ് തീറ്റ ആയിട്ട് വരുന്നത്. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ബൈ 2j എന്നുള്ളത് നമുക്ക് എഴുതി കഴിയുമ്പം സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് എൻ മൈനസ് ആൽഫ ഇൻറ്റു π/6. പിന്നെ ബാക്കിയുള്ളത് ഡിനോമിനേറ്ററിൽ ബാക്കി പിന്നെ എന്തുണ്ട്? പൈ ഉണ്ട്, എൻ മൈനസ് ആൽഫ. അപ്പൊ ഇതാണ് എച്ച് ഡി ഓഫ് എന്നിന്റെ ഇക്വേഷൻ. ഇനി വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം എച്ച് ഡി ഓഫ് എൻ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ എന്നിന്റെ വാല്യൂ n is equal to ആൽഫ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെൻ n is equal to ആൽഫ ആകുമ്പോൾ ഇത് എന്താവും? 0/0 ആവും. അപ്പൊ 0/0 നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് ഇട്ട് വേണം അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ. നേരത്തെ കേസിലെല്ലാം നമ്മൾ എങ്ങനെയായിരുന്നു? ലിമിറ്റ് n ടെൻസ് ടു 0 ആയിരുന്നു എടുക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ആ 0 കൊടുക്കുമ്പോഴാണ് 0 വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഇക്വേഷൻ ഇസ് സാറ്റിസ്ഫൈഡ് ഫോർ ഓൾ n എക്സെപ്റ്റ് n ഈക്വൽ ടു ആൽഫ. എന്ത് സംഭവിക്കും? നമ്മളിവിടെ എന്നിന് ആൽഫ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ആൽഫ മൈനസ് ആൽഫ എന്ന് പറയുമ്പോൾ ഇത് 0 ആവും. അതുപോലെ തന്നെ ഇവിടെ ആൽഫ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പൊ അതായത് 0/0 വരും. അപ്പൊ 0/0 വരുമ്പോൾ നമുക്ക് ഒരിക്കലും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പൊ ഇനി നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? n മൈനസ് 1/2. ഇവിടെ എന്നിന്റെ വാല്യൂ എത്ര കൊടുത്തേക്കണേ? 13. അപ്പം 13 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 6 എന്ന് കിട്ടി. അപ്പൊ ഇനി ഈ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണ്. n ഈക്വൽ ടു ആൽഫ എന്ന് പറയുമ്പോൾ എന്താ? n ഈക്വൽ ടു 6. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറി? എച്ച് ഡി ഓഫ് എൻ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു 6 സൈൻ ഓഫ് n മൈനസ് 6 ഇൻറ്റു π/6 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു n മൈനസ് 6 എന്ന് വന്നു. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ നേരത്തെ ചെയ്യുന്നല്ലോ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഇതാണ് n മൈനസ് 6 ബൈ n മൈനസ് 6. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ π/6 വരും. സോ ദ ആൻസർ ബിക്കംസ് 1/π. പൈ പുറത്തെടുത്തതുകൊണ്ട് അപ്പൊ 1/π ഇൻറ്റു π/6 എന്ന് പറയുമ്പോൾ 1/6 കിട്ടി. ഇതെന്ന് പറയുന്നത് n-ന് 0 ഉള്ളപ്പോഴല്ല, വെൻ n ഈക്വൽ ടു 6. അപ്പൊ നമുക്ക് ഒരു വാല്യൂ കിട്ടി. എച്ച് ഡി ഓഫ് 6 ഇസ് ഈക്വൽ ടു 1/6. അപ്പൊ നമ്മൾ എച്ച് ഡി ഓഫ് n കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളോട് ഹാമിംഗ് വിൻഡോ ആണ് കാണാൻ പറഞ്ഞേക്കണത്.
അപ്പോൾ ഹാമിംഗ് വിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് എച്ച് ഓഫ് എൻ കാണണം. എച്ച് ഓഫ് എൻ കാണണമെങ്കിൽ എച്ച് ഡി ഓഫ് എൻ ഇൻറ്റു ഹാമിംഗ് വിൻഡോ. ഇനി ഇവിടെയാണ് ഒരു ചെറിയ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത് കോസലാണ്. അതായത് ഇവിടെ എടുക്കുന്ന ലിമിറ്റ് 0 to n-1 ആണ്. അപ്പോൾ 0 to n-1 ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സിമെട്രിക് കണ്ടീഷൻ ഏതാണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് n-1 - n. എന്തുകൊണ്ടാണ് 0 to n-1 എടുക്കാൻ കാരണം? നമുക്കറിയാം വെൻ ആൽഫ സിമെട്രിസിറ്റി n-1/2 ആണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. അപ്പം എന്നിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരുള്ളൂ. ആ ഒരു കേസിൽ നമ്മൾ എടുക്കുമ്പോൾ ഇക്വേഷൻ, ഞാൻ ഈ ഹാമിംഗ് വിൻഡോയുടെ തന്നെ 2 ഇക്വേഷൻ തുടക്കത്തിൽ പറഞ്ഞു തന്നായിരുന്നു. നമ്മൾ ഇതുവരെ ചെയ്തതിലെല്ലാം 0.54 ഹാമിംഗ് വിൻഡോ, നേരത്തെ വീഡിയോയിൽ നോക്കിയാൽ മതി. ഹാമിംഗ് വിൻഡോയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് 0.54 പ്ലസ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ അതിന്റെ ലിമിറ്റ് n=0 to n-1 ആയിരുന്നില്ല. അതിന് പകരം -n-1/2 to +n-1/2, അതായത് എന്നിന് നെഗറ്റീവ് വാല്യൂസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എച്ച് ഡി ഓഫ് എൻ എന്ന് പറയുന്ന ഒരു കോസൽ ഫിൽട്ടർ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ വിൻഡോയും കോസൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിലത്തെ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. 0.54 - 0.46. നോൺ കോസൽ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ പ്ലസ് വരും. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോസൽ ആയതുകൊണ്ട്, അതായത് നമ്മൾ എടുക്കുന്ന ലിമിറ്റ് n=0 to n-1 എന്നാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കേണ്ട ഇക്വേഷൻ 0.54 - 0.46 ഇൻറ്റു cos 2πn ഡിവൈഡഡ് ബൈ n-1. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിൽറ്റർ നമുക്ക് എടുത്തേക്കുന്ന ലിമിറ്റ് 0 to n-1 ആയതുകൊണ്ട് നമ്മൾ വിൻഡോയുടെ ഇക്വേഷൻ എടുക്കുമ്പോഴും 0 to n-1 ആയിരിക്കണം. ഇനി നമ്മൾ എടുക്കുന്ന എച്ച് ഡി ഓഫ് നേരത്തെ ക്വസ്റ്റ്യൻസിലെല്ലാം 0 to n-1 അല്ലായിരുന്നു നമ്മൾ എടുത്തത്, -n-1/2 to +n-1/2 ആയിരുന്നു. അത് നിങ്ങൾ നേരത്തെ പ്രോബ്ലത്തിൽ നോക്കിയാൽ മതി. അപ്പൊ ഇവിടുത്തെ ആ ഇക്വേഷനിൽ വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്ലസിൽ നിന്ന് മൈനസ് ആയി. ഇനി ബാക്കി മെത്തേഡിൽ ഒന്നും വ്യത്യാസമില്ല, ഇതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ഓരോ വാല്യൂസും കാണണം. എവിടം വരെ കാണണം? 0 to n-1. 0 to n-1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നിന്റെ വാല്യൂ 13 ആണ്. അപ്പൊ 13 - 1 എന്ന് പറഞ്ഞാൽ 12 വരെ വരും. ഓക്കെ, അപ്പൊ 12 വരെ നമുക്ക് കണ്ടുപിടിക്കേണ്ട. അതിന് പകരം ആദ്യത്തെ 6 എണ്ണം കണ്ടുപിടിച്ച് അതിന്റെ തന്നെ റിപ്പീറ്റേഷൻ ആയിരിക്കും പിന്നെയും വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്നിന് 0 ഇട്ട് കൊടുത്തു. എന്നിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? h of 0 is equal to hd of 0 into wh of 0. hd of n വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് എന്തായിരുന്നു ഇക്വേഷൻ? ദാണ്ട് ഇവിടെ കിട്ടിയ ഇക്വേഷൻ. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? hd of 0യുടെ ഇക്വേഷൻ എന്തായിരുന്നു കിട്ടിയത്? സൈൻ ഈ തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷൻ, അതായത് ഇതാണ് hd of n equal to sin n-6 into π/6 divided by π into n-6. അതല്ലേ? ഇതാണ് hd of n ന്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയേക്കണുണ്ടോ? ഈ n-ആൽഫയ്ക്ക് വരെ നമ്മൾ എന്താണ് n-6. അപ്പൊ ഇനി അതിനകത്ത് എല്ലാത്തിലും എന്നിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട വാല്യൂ ഏതാണ്? 0. അപ്പൊ 0 ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വന്നു? h of 0 എന്ന് പറയുന്നത് sin π/6 into n. എന്നിന് പകരം 0 കൊടുത്തു. 0 - 6 ഡിവൈഡഡ് ബൈ π ഇൻറ്റു n-6 ആണ്. ആ എന്നിന് ഇവിടെ കൊടുക്കേണ്ട വാല്യൂ എന്താണ്? 0 ഇൻറ്റു ഇനി ഇക്വേഷൻ 0.54 - 0.46 ഇൻറ്റു cos 2π ഇൻറ്റു n. എന്നിന് പകരം 0 ഡിവൈഡഡ് ബൈ n-1. എന്നിന്റെ വാല്യൂ 13. 13 - 1 12. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ഇൻറ്റു ഇതിന്റെ ആൻസർ 0.08 ആണ്. അപ്പൊ നമുക്ക് ആൻസർ 0 എന്ന് കിട്ടി. ഇനി അടുത്തത് h of 1. h of 1 എന്ന് പറഞ്ഞാൽ എന്നിന് പകരം എന്ത് ഇട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെയും 1 ഇട്ട് കൊടുക്കണം, ഇവിടെയും 1 ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് h of 1 ന്റെ വാല്യൂ 0.0045. അതുപോലെ എന്നിന് 2 ഇട്ട് ചെയ്ത് നോക്കുക, എന്നിന് 3 ഇട്ട് ചെയ്ത് നോക്കുക. ഇതേ സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്നിന് 4 ഇട്ട് ചെയ്ത് നോക്കുക, അതിനൊരു ആൻസർ കിട്ടും. അടുത്തത് എന്നിന് 5 ഇട്ട് ചെയ്ത് കൊടുക്കുക, അതായത് എന്നിന്റെ പൊസിഷനിൽ ഇവിടെ 5ഉം ഇവിടെ 5 ഇട്ട് നോക്കുക, അപ്പൊ ഇവിടെ ഒരു ആൻസർ കിട്ടും. അതുപോലെ എന്നിന് 6 ഇട്ട് കൊടുക്കുക, 6ന് ആൻസർ കിട്ടി. ഇപ്പൊ h of 0, h of 1, h of 2, h of 3, h of 4, h of 5, h of 6 വരെ കിട്ടി. ഇനി h of 7 കാണണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് പരി ഇക്വേഷൻ എടുത്താൽ മതി. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? h of n equal to h of n-1 - n. അതായത് h of 7 കൊടുത്തു. എന്നിന്റെ വാല്യൂ എന്താണ്? 7. നമുക്ക് n ക്വസ്റ്റ്യനിൽ കൊടുത്താണ് എന്താണ്? 13. അപ്പൊ 13 - 1 - 7. എന്നിന്റെ വാല്യൂ എന്താണ്? 7. എന്ന് പറഞ്ഞാൽ h of 5. അപ്പൊ നമുക്ക് കിട്ടി h of 7 equal to h of 5. h of 5 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്ത ഇനി കാണേണ്ട എന്താണ്? h of 8. അപ്പൊ h of 8 എന്ന് പറഞ്ഞാലും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് സിമെട്രിക് കണ്ടീഷൻ. അപ്പൊ h of 8 എന്ന് പറഞ്ഞാൽ എന്താണ്? h of 4. അപ്പൊ ആ വാല്യൂ എടുത്ത് എഴുതുക. h of 9 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി h of 3. h of 3 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്.
എച്ച് ഓഫ് 10 എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് 2 ആണെന്ന് കിട്ടി. അത് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എച്ച് ഓഫ് 11 എന്ന് പറയുന്നത് നമുക്ക് എച്ച് ഓഫ് 1 എന്ന് കിട്ടി. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് എച്ച് ഓഫ് 12 എന്ന് പറയുന്നത് എച്ച് ഓഫ് 0യും കിട്ടി ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അതും കണ്ടു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ 0 to n-1 വരെയുള്ള എല്ലാ ഫിൽറ്റർ കോഎഫിഷ്യൻസും കണ്ടുപിടിച്ചു. ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇതിനകത്ത് എല്ലാ വാല്യൂസും ഫിൽറ്റർ കോഎഫിഷ്യൻസും കണ്ടുപിടിച്ചു. അപ്പൊ ഇത്രയും മാത്രം മതി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. പിന്നെ നമ്മൾ അടുത്ത് പോകാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചെയ്ത അതേ ടൈപ്പ് തന്നെ, പക്ഷെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചത്: യൂസിങ് എ റെക്ടാങ്കുലർ വിൻഡോ ടെക്നിക് ഡിസൈൻ എ ലോ പാസ് ഫിൽറ്റർ വിത്ത് പാസ് ബാൻഡ് ഗെയിൻ ഓഫ് യൂണിറ്റി, കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് 1000 Hz ആൻഡ് വർക്കിംഗ് അറ്റ് എ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഓഫ് 5 kHz, ദ ലെങ്ത് ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി 7. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തത്. ഇത് നമ്മൾ പഠിച്ച അതേ പ്രോബ്ലം തന്നെ, പക്ഷെ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചേക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ അത് മനസ്സിലാക്കി എടുക്കണം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏത് ഫിൽറ്റർ ആണ് ഡിസൈൻ ചെയ്യാൻ ചോദിച്ചേക്കണം. ആദ്യം എന്താണ്? ലോ പാസ് ഫിൽറ്റർ. അപ്പൊ അത് മനസ്സിലായി. പാസ് ബാൻഡ് ഗെയിൻ ഓഫ് യൂണിറ്റി, പാസ് ബാൻഡ് ഗെയിൻ ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ വാല്യൂ 1 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് ഓഫ് ഫ്രീക്വൻസി ഇത് കൊടുത്താണ് ഹേർട്സിലാണ്. ഇതുവരെ നമുക്ക് എല്ലാ വാല്യൂസ് തന്നത് പൈ എന്ന് പറഞ്ഞാൽ റേഡിയൻസിലായിരുന്നു തന്നിരുന്നത്. അപ്പൊ നമ്മൾ അത് റേഡിയൻസിലായിട്ട്, അതായത് പൈ റേഡിയൻസ് കൺവേർഷൻ ചെയ്യണം. ഹേർട്സിൽ നിന്ന് അത് മാറ്റിയാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിലുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസി കാണാൻ വേണ്ടി ആണ് 2 വാല്യൂസ് കൊടുത്തേക്കണം. ഒന്ന് 1000 Hz എന്നിട്ട് അതിനെ സാമ്പിൾ ചെയ്യുന്ന ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട് 5 kHz. ഇനി എന്നിന്റെ വാല്യൂ ഇവിടെ ക്വസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് 7 ആണെന്ന്. അപ്പൊ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ FC കൊടുത്തിട്ടുണ്ട് 1000 Hz എന്നും FS കൊടുത്തേക്കണം 5 kHz. അപ്പൊ അത് ചെയ്യേണ്ട ഒരേ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം റേഡിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഒമേഗ, അതായത് ആംഗുലർ ഫ്രീക്വൻസി ഇൻ റേഡിയൻസ് നമ്മൾ എടുക്കുന്നത് 2π × f എടുക്കുക. അപ്പൊ 2π × f എന്ന് പറയുമ്പോൾ 2π × FC/fs ആണ്. ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അപ്പൊ 2π × FC എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1000, FS എന്ന് പറഞ്ഞാൽ 5 kHz, അതാണ് ഈ 5000. അപ്പൊ അതെനിക്ക് ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു? 2π × 1000 ഡിവൈഡഡ് ബൈ 5000. അപ്പൊ എന്റെ ഒമേഗ സി എന്ന് പറയുന്നത് എന്തായി? 2π/5, 2π/5 ആയി. ഇപ്പൊ ഇത് ഏതിലായി? റേഡിയൻസ് ആയി. ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു ചേഞ്ച്. നമ്മൾ ബാക്കി സാധാരണ ചെയ്യുന്ന പോലെയാണ്. അപ്പൊ ഇനി ഇതനുസരിച്ച് നമുക്ക് പടം വരയ്ക്കാം. എങ്ങനെ പടം വരയ്ക്കാം? ഇപ്പൊ നമുക്ക് യൂണിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് HD of e⁻ = 1. ഫോർ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ലെസ് ആയിരിക്കുമ്പോൾ വാല്യൂ 1ഉം ഇതിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കുമ്പോൾ 0. അപ്പൊ നമ്മുടെ പടം എങ്ങനെയായി? ഒമേഗയുടെ വാല്യൂ -2π/5 to 2π/5 വരെ വാല്യൂ 1 എന്നും, പിന്നെ ഇങ്ങോട്ട് ഇതിപ്പോ ഞാൻ കാണിച്ചിട്ടില്ല, ഇവിടെ വരുന്ന വാല്യൂ എന്തായിരിക്കും? പൈ. പിന്നെ അങ്ങോട്ടുള്ള വാല്യൂസിലെല്ലാം എന്താണ്? 0. ഇതാണ് പടം. ഇനി ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ചെയ്ത പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട വിൻഡോ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? റെക്ടാങ്കുലർ വിൻഡോ. അപ്പൊ നേരത്തെ പണ്ട് ചെയ്ത അതേ മെത്തേഡ് പോലെ ഒരു മാറ്റവും ഇല്ല. HD of n കാണുക. HD of n കാണുമ്പോൾ 1/2π ഇന്റഗ്രൽ -π to π ഇട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് HD of ഒമേഗ എന്ന് പറയുന്നത് 1 ഇട്ട് തന്നെ ചെയ്യാം, കാരണം ഇവിടെ ആൽഫയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ലിമിറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. -2π/5 to 2π/5 അതാണല്ലോ നമ്മുടെ റേഡിയൻസ് കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ അതിനനുസരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ HD of n കാണുക. അപ്പൊ ഇവിടെ എന്നിന് ഏത് കൊടുക്കണം? ഇവിടെ എന്നിന് 0 കൊടുത്താലല്ലേ ഇത് 0/0 വരുള്ളൂ. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ n = 0 കൊടുത്ത് ആദ്യം H of n കാണുക. ഇനി ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന സിമെട്രിക് കണ്ടീഷൻ ഏതാണ്? H of n = H of -n. എന്തുകൊണ്ടാ ഇവിടെ അത് എടുക്കാൻ? കാരണം ഇവിടെ ആൽഫയുടെ വാല്യൂ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന വിൻഡോയും എന്താണ്? നോൺ കോസൽ ആണ്. ഇവിടെ 1 ആയതുകൊണ്ട് റെക്ടാങ്കുലർ വിൻഡോ എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? 1 ആണ്. ഇതേ ഇവിടെയുള്ള നമ്മൾ ചെയ്തത് തന്നെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിനെ വിൻഡോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്നിന് 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. അപ്പം H of 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? H of -1 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ വാല്യൂസ് കിട്ടി. ഈ വാല്യൂസ് കിട്ടിയതിൽ നിന്ന് നമ്മൾ എന്ത് കാണണം? ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഈ സ്റ്റെപ്പിലാണ് നമ്മൾ കോസലാക്കി മാറുന്നത്. ഈ സ്റ്റെപ്പ് നേരത്തെ ആവശ്യമില്ലായിരുന്നു, കാരണം എന്താ? ഓൾറെഡി നമ്മൾ എടുത്തത് കോസലായിട്ടാണ്. അപ്പൊ ഇവിടെ z⁻n−1/2 ബാക്കി നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് n ഉള്ളിലേക്ക് ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ വരും. എന്നിട്ട് നേരത്തെ ആൻസർ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അപ്പം z-3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ എന്താ ഇക്വേഷൻ? H of -3 z⁻0 എന്നായി. ഈ -3 ഇങ്ങോട്ട് വരുമ്പോൾ H of -2 z⁻−1 എന്നായി. ഇതെല്ലാം നേരത്തെ ചെയ്ത അതേ ടൈപ്പ് തന്നെ. എന്നിട്ട് ഈ ഫൈനൽ ആൻസർ എഴുതി വെച്ചിട്ട് ഇതിൽ നോക്കി എടുത്തെഴുതണം. അതായത് z⁻0യുടെ വാല്യൂ ആണ് H of 0. അപ്പൊ നമ്മുടെ H of 0 എന്ന് പറഞ്ഞാൽ എന്തായി? -0.0626. അടുത്ത H of 1. H of 1 എന്ന് പറഞ്ഞാൽ
ഇസഡ് റേസ് ടു -1ന്റെ കോഎഫിഷ്യൻ അതെടുത്ത് എഴുതി. അടുത്തത് H(2), H(3), H(4), H(5), H(6). ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൻസർ കഴിഞ്ഞു. ഇതായിരുന്നു. അപ്പൊ ഇതിനകത്ത് ആകെ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹേർട്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ കൊടുത്ത് ആദ്യം ഇതിനെ റേഡിയൻസ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത്രയും മാത്രമേ ഇതിനകത്ത് ചേഞ്ച് ഉള്ളൂ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.